9 കൊല്ലം മുമ്പ് ഇതേ ദിവസം ജനങ്ങള് CPM-ഉം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം വിശ്വസിച്ച് CPM സർക്കാരിന് ഒരു അവസരം കൊടുത്തു. 9 കൊല്ലം മുമ്പ്. ഈ കഴിഞ്ഞ 9 കൊല്ലം നടത്തിയ ഒരു വീഴ്ച, അതിന് ഒരു സ്ലോഗനാണ് കേരളം വീണ പതിറ്റാണ്ട്. ഈ 10 കൊല്ലം എന്ത് നടന്നു, ആര് എന്ത് ചെയ്തു, ഇന്ന് ഒരു ഓർമ്മ വെക്കുന്നൊരു ദിവസമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. 2014 മുതൽ 2016 വരെ കോൺഗ്രസ് ഭരിച്ചു. ഇവിടുന്ന് 8 മന്ത്രിമാര് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൽ UPA സർക്കാരിൽ മന്ത്രിമാരായിരുന്നു. ആ 5 കൊല്ലം കോൺഗ്രസ് നാടിനു വേണ്ടി ഒന്നും ചെയ്തില്ല. അവര് ചെയ്തത് അഴിമതി, രാഷ്ട്രീയം. ഇത് മറക്കരുത്, ഞങ്ങൾ മറക്കാൻ സമ്മതിക്കില്ല. ജനങ്ങൾ മടുത്ത് കോൺഗ്രസ് വേണ്ടെന്ന് പറഞ്ഞ് 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ LDF-ന് ഒരു അവസരം കൊടുത്തു. ഈ 9 കൊല്ലം കേരളം വീണ പതിറ്റാണ്ടില് എന്ത് നടന്നു? അഴിമതി, ദുർഭരണം, രാഷ്ട്രീയം, ഇക്കണോമിക് മിസ്മാനേജ്മെന്റ്. ഇതാണ് നടന്നത് ഈ 9 കൊല്ലം. അതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ മൊത്തം ഏറ്റവും കൂടുതൽ വിലക്കയറ്റം, 6% റീറ്റെയിൽ ഇൻഫ്ലേഷൻ കേരള നാട്ടിൽ. ഓൾ ഇന്ത്യ ആവറേജ് 3% ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരള നാട്ടിൽ. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ 7.2% കേരള നാട്ടിൽ. ഇതാണ് 9 കൊല്ലം ചെയ്ത ദുർഭരണം, അഴിമതി, രാഷ്ട്രീയത്തിന്റെ ഫലം. കടം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോവാത്ത ഒരു